മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ. ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഇതാ ഒരു സുവർണാവസരവുമായി എത്തുന്നു. 0% പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം. ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷമെത്തിക്കൂ. ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ. മലബാർ ഓണം, സ്മാർട്ട് ഓണം. ചേലക്കര SMP ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1973-74 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. അധ്യാപകരെ ആദരിക്കുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ചേലക്കര SMP ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1973-74 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അധ്യാപകരെ ആദരിക്കൽ ചടങ്ങും ചേലക്കര PWD ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടത്തി. ഏകദേശം 50 വർഷത്തിന് ശേഷം ഒത്തുചേർന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം വളരെ കൗതുകകരവും ശ്രദ്ധേയവുമായി. വർഷങ്ങളുടെ ഇടവേള കാരണം പലരും തമ്മിൽ പരസ്പരം പെട്ടെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഇവിടെ വെച്ച് പഴയ സൗഹൃദങ്ങൾ പൊടിതട്ടിയെടുത്തു. ഒരു കൂട്ടം ആളുകളുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഈ കൂട്ടായ്മ ഇനിയും തുടർന്നും കൂടാനും തങ്ങളാൽ കഴിയുന്ന സഹായം പാവപ്പെട്ട നിരാലംബരായ ആളുകൾക്ക് വേണ്ടി ചെയ്യാനും തീരുമാനിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വയ്യായ്മകൾ ഉണ്ടെങ്കിലും ഇവിടെ എത്തിച്ചേർന്ന ക്ലാര ടീച്ചർ, സരോജിനി ടീച്ചർ, രാഘവൻ മാഷ്, ഉണ്ണികൃഷ്ണൻ മാഷ്, മറ്റ് സഹപാഠികൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിങ്ങനെ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തുടക്കം കുറിച്ചത് ജൂൺ മാസത്തിൽ 2023 ജൂൺ മാസത്തിലാണ് ആദ്യമായി ഗ്രൂപ്പിനെ പറ്റി ചർച്ച നടക്കുന്നതും. ഷാജു പലരോടും അറിയുന്നവരേതും പലരേതും പല നമ്പറുകളും കണക്ട് ചെയ്തിട്ട് കുറേശ്ശായിട്ട് പലരും മുഖേന ആളുകളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 2025 ഏകദേശം 2 കൊല്ലത്തോളം ആയപ്പോഴാണ് കഴിഞ്ഞ ഏപ്രിൽ 14-ാം തീയതി 13-ാം തീയതിയാണ് ഒരു ഞായറാഴ്ച ഞങ്ങൾക്ക് ചേലക്കര സ്കൂളിൽ SMP സ്കൂളിൽ വെച്ചിട്ട് ചെറുതായിട്ടൊരു കൂട്ടായ്മയൊക്കെ കൂടി. ആ കൂട്ടായ്മയിൽ 28ഓളം പേർ പങ്കെടുത്തു. പലരും അത് അറിഞ്ഞില്ല, പലരും ഇന്നത്തെ മാതിരി ചില ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, സാധിച്ചില്ല വരാൻ, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ആവശ്യപ്പെടുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഞാൻ ഏത് വർഷത്തിലാണ് പഠിച്ചതെന്ന് കൂടി നമുക്കറിഞ്ഞാലും ഞാൻ ആ വർഷത്തിലാണോ പഠിച്ചത്. ചടങ്ങിൽ ഷാജി പോൾ അധ്യക്ഷത വഹിച്ചു. ഗോപൻ നമ്പ്യാർ സ്വാഗതം ആശംസിച്ചു. ഗിരിജൻ തെക്കേപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തുകയും കൃഷ്ണകുമാർ വിശദീകരണം നൽകുകയും ചെയ്തു. ബാബു വലിക്കോടത്ത് നന്ദിയും പ്രകാശിപ്പിച്ചു. ഇപ്പോഴും ഈ ഇരിക്കുന്ന സദസ്സിൽ 5-10 കഴിയാൻ പറ്റുന്നുണ്ട്. അന്നത്തെ ചായ പലതും ഉണ്ട് ചെറുപ്പത്തിൽ. ചിലര് എന്നേക്കാൾ പ്രായം തോന്നിക്കുന്നുണ്ട്. ഞാന് 53 കൊല്ലം വർക്ക് ചെയ്തു. 10 കൊല്ലം ചെറുതുരുത്തി വർക്ക് ചെയ്തു. ചെറുതുരുത്തി ഞങ്ങള് നാഷണൽ മീറ്റിന് ഡൽഹിയിൽ ലക്നൌവിൽ പോയി. ആ 10 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ 10 കൊല്ലം ബഹ്റിനിൽ പോയി. ബഹ്റിനിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ പാഞ്ഞാള് ഗവൺമെൻറ് സ്കൂൾ വന്നു. അപ്പോൾ അവിടേക്ക് ജോയിൻ ചെയ്തു. പാഞ്ഞാളിൽ 97 റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തപ്പോൾ അന്ന് അറഫ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് പറഞ്ഞ CBSE സ്കൂൾ വന്നു. അതിലെ ചെയർമാനും ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള നീ അങ്ങോട്ട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CC.